എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മിഡിയാണ് തയ്ക്കാൻ പോകുന്നത്. താഴെ നമ്മൾ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 2 പീസ് ഇങ്ങനെ 4ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. അതുപോലെ തന്നെ വീതി എടുത്തിട്ടുള്ളത് 11.5 ഇഞ്ചാണ്. ഞാനിപ്പോൾ ക്രേപ്പിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 8 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മളുടെ ഈ മാർക്കിങ്ങിൽ നിന്നും ഇതുപോലെ ചരിച്ചങ്ങ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നമുക്ക് 1 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് സൈഡ് ഭാഗം തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴ്ഭാഗം മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ബാക്കി എല്ലാ പോർഷനും അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ക്ലോത്ത് ആവശ്യമാണ്. ഇതിപ്പോൾ 2 ക്ലോത്താണ്. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇറക്കം നമ്മൾ എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചും അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 16.5 ഇഞ്ചുമാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ താഴെ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്ത് ആവശ്യമാണ്. ഇത് നമ്മൾ 4.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുക്കുന്നത്. ഇത് ഒരു പീസ് നമ്മൾ എടുക്കുന്നതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് 30 ഇഞ്ചാണ്. ഈ 30 ഇഞ്ചുള്ള 2 പീസ് നമുക്ക് ആവശ്യമാണ്. ആദ്യം നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുക്കുക. ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം ഒരു പീസിനെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നമുക്ക് 2ആക്കിയിട്ട് മടക്കി വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒരു പോർഷൻ ചെയ്തെടുത്തല്ലോ, ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പീസും താഴ്ഭാഗം തയ്ച്ചെടുക്കണം. അതിനുശേഷം നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തായിട്ട് ലൈനിങ് ക്ലോത്തും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ഇത് നമുക്ക് ഫ്രില്ലിടാനുള്ള പീസാണ്. ഈ പീസ് 2 സൈഡും ഞാൻ ഇതുപോലെ മടക്കി 2ആക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ നമുക്ക് 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ഈ ഒരു മാർക്കിംഗ് നമ്മൾ ഇതുപോലെ നീളത്തിൽ വരച്ചു കൊടുക്കണം. നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ ഒരു മാർക്കിങ്ങിലൂടെ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ഫ്രില്ല് നിൽക്കും. ഇനി ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ നീഡിൽ ഇറക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഞൊറിവുകളായി ഇട്ട് കൊടുത്തതിന് ശേഷം തയ്ച്ചെടുക്കാം. ഞാൻ അടുപ്പിച്ച് ഞൊറിവുകൾ ഇടുന്നില്ല കേട്ടോ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞൊറിവുകൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ദാ നമ്മുടെ ഞൊറിവുകൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ 1/2 ഇഞ്ച് കയറ്റിയിട്ടിട്ട് കൊടുത്ത കാരണം നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രില്ലിനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡും. ഇപ്പം നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വെച്ച് തയ്ച്ചെടുക്കുമ്പോഴും കണ്ടില്ലേ, നമ്മൾ ഈ 1/2 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ ഈ ഫ്രില്ലിനെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പും ഫ്രോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ ഫ്രില്ല് ചെയ്തെടുത്ത പോലെ തന്നെ നെക്സ്റ്റ് സൈഡിലും ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ബാൻഡിൻ്റെ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പീസും ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ 2 നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം സൈഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചിൽ സൈഡ് ക്ലോസ് ചെയ്യാം. ഈ ഒരു സൈഡിലെത്തുമ്പോൾ നമ്മൾ ഫ്രില്ല് നല്ല റെഡിക്ക് തന്നെ വെച്ച് കൊടുക്കുക. മടങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റിച്ചിങ് നിർത്തുമ്പോൾ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ചിങ് നിർത്തുക. ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഈ ഒരു സൈഡ് ക്ലോസ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് സൈഡും നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്കിതാ ഈ ഒരു പീസിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി ഇതുപോലെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അരികിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ വീതിയുള്ള എലാസ്റ്റിക് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മടക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ചുളുക്കുകൾ വരും. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൊത്തമായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് നിർത്താം. ദാ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഗ്യാപ്പ് വേണം. ഇതിലൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക്കിനെ കടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 20 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ഒരു ഹോളിലൂടെ ഇലാസ്റ്റിക്കിനെ കടത്തിയെടുക്കാം. ഇനി ഇലാസ്റ്റിക്കിൻ്റെ 2 ഭാഗവും നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ജോയിൻ്റ് ചെയ്തെടുക്കാം. ജോയിൻ്റ് ചെയ്യുമ്പോൾ 4-5 സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിട്ടുപോകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ആ ജോയിൻറ്റിൻ്റെ ഭാഗം. എന്നിട്ട് നമുക്കിതാ ഈ ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് ക്ലോസ് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മളുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മക്കൾക്ക് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്